ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഒരു വ്യക്തിയെ എങ്ങനെയാണ് മോഡി കെയറിൽ ജോയിൻ ചെയ്യിക്കുക എന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരാളെ മോഡി കെയറിൽ ജോയിൻ ചെയ്യിക്കുക എന്നതിനെ പറ്റി ഒരു വീഡിയോ ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഇല്ല എന്നുണ്ടെങ്കിലും മൊബൈൽ ഉപയോഗിച്ചും നിങ്ങൾക്ക് ഒരാളെ മോഡി കെയറിലേക്ക് ജോയിൻ ചെയ്യിക്കുവാനായിട്ട് സാധിക്കും. അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഇതിനായിട്ട് നിങ്ങളുടെ ഫോണിൽ മോഡി കെയറിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമുക്കപ്പോൾ മോഡി കെയറിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യാം. ഈ വിൻഡോയിൽ താഴെയായിട്ട് രജിസ്റ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊരു വിൻഡോ വരും. ഇതിൽ ആദ്യം തന്നെ ഐ ആം 18 ഇയേഴ്സ് ആൻഡ് എബവ് എന്നുള്ള കോളം ടിക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് 18 വയസ്സ് ആയാൽ മാത്രമേ മോഡി കെയറിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് താഴെയായിട്ട് ഐ അക്സെപ്റ്റ് ഓൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടു ബിക്കം എ മോഡി കെയർ കൺസൾട്ടൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ കോളം കൂടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ സ്പോൺസർ MCA നമ്പർ എന്നുള്ള കോളത്തിൽ ആരാണോ ഈ വ്യക്തിയെ സ്പോൺസർ ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്ലൈൻ ആരാണോ അവരുടെ MCA നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അവരുടെ MCA നമ്പർ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള കോളത്തിൽ അവരുടെ പേര് വരും. അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം താഴെ നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഈ ഒരു വിൻഡോയിൽ നമ്മൾ പുതിയതായിട്ട് ചേർക്കുന്നവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അവരുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഡേറ്റ് ഓഫ് ബർത്തും നമ്മൾ ഏത് ഡോക്യുമെൻ്റ് ആണ് KYCക്കായിട്ട് സബ്മിറ്റ് ചെയ്യുന്നത് ആ ഡോക്യുമെൻറ്റിൽ കൊടുത്തിരിക്കുന്നത് പോലെ അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ആധാർ ആണ് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ആധാറിൽ എങ്ങനെയാണോ പേര് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ തെറ്റ് വരാതെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്തും സെലക്ട് ചെയ്തതിന് ശേഷം അതിന് താഴെയായി കോ ആപ്ലിക്കൻ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോമിനി ഇപ്പോൾ തന്നെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ആ കോ ആപ്ലിക്കൻ്റ് എന്ന് കാണുന്ന ബോക്സ് ടിക്ക് ചെയ്യുക. അപ്പോൾ കോ ആപ്ലിക്കൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് വരും. അവിടെ കോ ആപ്ലിക്കൻറ്റിൻ്റെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഡേറ്റ് ഓഫ് ബർത്തും ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ നിങ്ങളുടെ അഡ്രസ് ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആധാറാണ് അഡ്രസ് ഡോക്യുമെൻ്റ് ആയിട്ട് വയ്ക്കുന്നതെങ്കിൽ ആധാറിൻ്റെ പുറകുവശത്ത് എങ്ങനെയാണോ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അഡ്രസ്സ് കൊടുത്തതിന് ശേഷം താഴെയായിട്ട് നിങ്ങളുടെ പ്രൈമറി ഫോൺ നമ്പറും സെക്കൻഡറി ഫോൺ നമ്പറും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വിൻഡോയിൽ നമ്മൾ KYC ഇൻഫർമേഷനാണ് കൊടുക്കേണ്ടത്. ജോയിൻ ചെയ്യുന്ന ആ വ്യക്തിക്ക് പാൻ കാർഡ് ഉണ്ടെങ്കിൽ മുകളിൽ പാൻ നമ്പർ എന്നുള്ള സ്ഥലത്ത് പാൻ കാർഡിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് താഴെയായി സെലക്ട് അഡ്രസ് പ്രൂഫ് എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ ഏത് ഡോക്യുമെൻ്റ് ആണോ അഡ്രസ് പ്രൂഫായിട്ട് സബ്മിറ്റ് ചെയ്യുന്നത് ആ ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ആധാറാണ് കൊടുക്കുന്നത്. സോ ആ ഓപ്ഷനിൽ നിന്ന് ആധാർ സെലക്ട് ചെയ്തു. അതിന് താഴെയായി ഡോക്യുമെൻ്റ് നമ്പർ എന്നുള്ള കോളത്തിൽ നിങ്ങൾ ഏത് ഡോക്യുമെൻ്റ് ആണോ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് ആ ഡോക്യുമെൻറ്റിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ആധാർ കൊടുത്തിരിക്കുന്നത് കൊണ്ട് ആധാർ നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മൾ KYC വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ആധാറിൻ്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ജോയിനിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആധാറിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഫോട്ടോ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ബാങ്ക് പാസ്ബുക്കും അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫോട്ടോയും കൂടെ ഫോണിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇനി ഇവിടെ ആദ്യത്തെ സെലക്ട് ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ആധാറിൻ്റെ ഫ്രണ്ട് സൈഡ് ഉള്ള ഫോട്ടോ അവിടെ അപ്ലോഡ് ചെയ്യുക. അതിന് താഴെയായി സെലക്ട് ID പ്രൂഫ് എന്നുള്ള കോളത്തിൽ ഒന്നുകൂടെ ആധാർ സെലക്ട് ചെയ്യുക. അതിന് താഴെയായി ഡോക്യുമെൻ്റ് നമ്പർ എന്നുള്ള കോളത്തിൽ ആധാർ നമ്പർ ഒന്നുകൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് താഴെ സെലക്ട് ഇമേജ് എന്നുള്ള കോളം ക്ലിക്ക് ചെയ്തതിന് ശേഷം ആധാറിൻ്റെ ബാക്ക് സൈഡുള്ള ഫോട്ടോ കൂടി അവിടെ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് NEFT ഇൻഫർമേഷൻ എന്ന് കാണിക്കുന്ന ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ നമ്മൾ ജോയിൻ ചെയ്യുന്നവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. നെയിമിൻ്റെ സ്ഥാനത്തായിട്ട് അവരുടെ ബാങ്ക് പാസ്ബുക്കിൽ എങ്ങനെയാണോ പേര് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
അതിന് താഴെയായി IFSC കോഡും അക്കൗണ്ട് നമ്പറുമെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ജോയിൻ ചെയ്യുന്നവരുടെ ബാങ്ക് പാസ്ബുക്ക് കയ്യിലില്ല എന്നുണ്ടെങ്കിലും ആ ഒരു ഓപ്ഷൻ സ്കിപ്പ് ചെയ്തിട്ട് അക്കൗണ്ട് ഉണ്ടാക്കാവുന്നതാണ്. എന്നിട്ട് എപ്പോഴാണോ ബാങ്ക് പാസ്ബുക്ക് കിട്ടുന്നത് ആ സമയത്ത് അക്കൗണ്ടിൽ MCA നമ്പറും പാസ്വേഡും യൂസ് ചെയ്ത് ലോഗിൻ ചെയ്തതിന് ശേഷം ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ബാങ്ക് ഇൻഫർമേഷൻ ഉള്ളത് കൊണ്ട് അത് ടൈപ്പ് ചെയ്തു. ബാങ്ക് പാസ്ബുക്ക് കൂടെ ബാങ്ക് ഡോക്യുമെന്റിന്റെ അവിടെ അപ്ലോഡ് ചെയ്തിട്ട് രജിസ്റ്റർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ വ്യക്തി മോഡി കെയറിൽ ജോയിൻ ആയിട്ടുണ്ട്. നമ്മൾ ഏത് നമ്പറാണോ പ്രൈമറി നമ്പറായിട്ട് കൊടുത്തിരിക്കുന്നത് ആ നമ്പറിലേക്ക് MCA നമ്പറും പാസ്വേഡും SMS ലഭിക്കുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു വ്യക്തിയെ മൊബൈൽ ഉപയോഗിച്ച് മോഡി കെയറിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. നിങ്ങൾക്കപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താഴെ കൊടുത്തിട്ടുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.